മുന്നറിയിപ്പുകൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 12-ാം തിരുവചനം. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. മരണത്തിനു മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലെന്ന് ദൈവത്തോട് വിലപിച്ച ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. ദൈവം പറഞ്ഞു, ഒന്നല്ല 4 മുന്നറിയിപ്പുകൾ നിനക്ക് ഞാൻ നൽകി. പക്ഷെ അവയിലൊക്കെയും നിന്റെ കൈകടത്തലുകൾ നീ നടത്തി. മുന്നറിയിപ്പുകളെ നീ അവഗണിച്ചു. നിന്റെ മുടി ഞാൻ വെളുപ്പിച്ചു, നീ അതിനെ വീണ്ടും കറുപ്പിച്ചു. കണ്ണിൻ്റെ കാഴ്ച ഞാൻ മങ്ങിപ്പിച്ചു, വിലയേറിയ ലെൻസും ഗ്ലാസും ഒക്കെ ഉപയോഗിച്ച് നീ കാഴ്ച കൂട്ടി. പല്ലുകൾ കൊഴിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകി, കൊഴിയാത്ത പല്ലുകൾ നീ വച്ചു. തൊലിപ്പുറത്ത് ചുളിവുകൾ നൽകി, വില കൂടിയ ക്രീമുകൾ പുരട്ടി നീ അതിനെ മിനുസമുള്ളതാക്കി. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുണ്ട്. അത് ആദത്തിൻ്റെ കാലഘട്ടം മുതൽ ആരംഭിക്കുന്നു. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. ഇതൊരു മുന്നറിയിപ്പായിരുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്നൊരു മുന്നറിയിപ്പ് ഈശോ യൂദാസിന് നൽകുന്നുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർ നിത്യനാശത്തിൽ അധപ്പതിക്കും. ആദത്തിൻ്റെയും യൂദാസിൻ്റെയും ജീവിതം മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർക്കുള്ള പാഠമാണ്. മുന്നറിയിപ്പുകളെ ഗൗരവമായി കണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തിയ വ്യക്തികൾ രക്ഷാകര പദ്ധതിയിൽ നിർണായകമായ സ്ഥാനം നേടിയിട്ടുണ്ട്. ഈശോയുടെ വംശാവലിയിലെ പലരും വീഴ്ചകൾ പറ്റിയിട്ടുള്ളവരായിരുന്നു. പക്ഷേ മുന്നറിയിപ്പുകളെ കണക്കിലെടുത്ത് പിന്നീട് അവർ ജീവിതം പുനഃക്രമീകരിച്ചു. പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും സ്വപ്നങ്ങളിലൂടെ ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തപ്പെട്ട് കിട്ടിയവരും അതനുസരിച്ച് ജീവിത പദ്ധതികളെ ക്രമീകരിച്ചവരുമായിരുന്നു. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ യൗസേപ്പിന് മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ദൈവിക പ്രചോദനങ്ങളെയും മനസാക്ഷിയുടെ സ്വരത്തെയും ഗൗരവമായി കാണണം. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടായി. അതുപോലെ തന്നെ യൗസേപ്പിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ പ്രകടമായ തെളിവാണ് അവൻ നീതിമാനായിരുന്നു എന്ന വിശേഷണം. കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയാതെ പോകുന്നത് ദുർഭഗമാണ്. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന മനുഷ്യൻ രക്ഷാകര ചരിത്രത്തിൽ നിന്ന് അകലെയാണ് എന്ന വിശുദ്ധ ഗ്രന്ഥ സന്ദേശം ക്രിസ്തുമസിൻ്റെ സന്ദേശം തന്നെയാണ്. ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ജീവിതയാത്രയെ ക്രമീകരിച്ച യൗസേപ്പ് ക്രിസ്തുമസിൻ്റെ ഒരുക്ക നാളുകളിൽ മുന്നറിയിപ്പായി നമുക്ക് മുമ്പിലുണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ ആശയും പ്രതീക്ഷയും ആയവും വ്യയവുമെല്ലാം നിൻ്റെ മുന്നറിയിപ്പുകൾക്കനുസരിച്ചാവട്ടെ. ജീവിതയാത്രകളിൽ നീ നൽകുന്ന മുന്നറിയിപ്പുകളെ യഥാർത്ഥ ബോധത്തോടെ വിലയിരുത്തുവാൻ എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.